നമ്മൾ നല്ലൊരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, റോൾ സമോസ. നമ്മൾ സാധാരണ സമോസ ഉണ്ടാക്കുന്നതിനും കുറച്ച് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു മാവ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം, ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി കട്ടിയുള്ളൊരു മാവായിട്ട് വേണം കുഴയ്ക്കാൻ. ഒരുപാടങ്ങ് സോഫ്റ്റ് ആയി പോകരുത്. പിന്നെ സാധാ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ മാവ് കുഴച്ചെടുത്തു, കണ്ടോ? ഇതുപോലെ കുറച്ച് കട്ടിയുള്ളൊരു മാവായിരിക്കണം. ഇനി കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മസാല ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. പിന്നെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇതുപോലെ നല്ലതായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനകത്ത് പച്ചമുളക് ചേർക്കുന്നില്ല, കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. അപ്പോൾ നമുക്കിനി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നല്ലതായിട്ട് വാടി ചെറുതായിട്ടൊന്ന് നിറം മാറി തുടങ്ങണം, അതുവരെ വഴറ്റി കൊടുക്കാം. സവോള ചെറുതായിട്ട് നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസ് വേവിച്ചത് ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചത് ചേർക്കാം. അങ്ങനെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്യാരറ്റിൽ ഒരല്പം ഉപ്പ് ചേർക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കണം. ക്യാരറ്റ് നല്ലതായിട്ട് വേവണം, അതുപോലെ ഇഞ്ചിയും സവോളയൊക്കെ നല്ലതായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ക്യാരറ്റ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെയൊക്കെ പച്ചപ്പൊക്കെ നല്ലതായിട്ട് മാറി. ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർക്കാം. പൊടികളുടെ പച്ചച്ചുവ മാറുന്നവരെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൽ നമ്മൾ പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും ഒക്കെ ചേർക്കാം ഈ സമയത്ത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമില്ല. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ക്യാരറ്റ് വേവിച്ചപ്പോൾ മാത്രമേ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഫില്ലിങ് റെഡിയായി. ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം, കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാല ഒന്ന് തണുത്തിട്ടുണ്ട്. അതുപോലെ മാവും ഒരു 10 മിനിറ്റ് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആദ്യം നമുക്ക് ഈ മസാല ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ടൊന്ന് എടുത്തു വയ്ക്കാം. ഫില്ല് ചെയ്യുന്ന സമയത്ത് മസാല എടുക്കാൻ നിന്നാലേ അത് പരത്തുമ്പോഴൊക്കെ ആകെ നമ്മുടെ കയ്യിലൊക്കെ മസാലയായിട്ട് ശരിയാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ മസാല ഒന്ന് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ടൊന്ന് എടുത്തു വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ അത് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഒരു റോള് പോലെയാണ് വെക്കുന്നത്. അതിൻ്റെ ഷേപ്പൊന്നും പ്രശ്നമല്ല. അത് പിന്നെ നമ്മൾ മാവിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുറച്ച് ചെറിയ പോർഷൻസ് ആയിട്ടൊന്ന് എടുത്തു വെച്ചാൽ മതി. ഇപ്പോൾ ഇത് 7 പോർഷൻസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മാവും നമുക്ക് 7 ചെറിയ ഉരുളകളാക്കി എടുത്തു വയ്ക്കാം. ഇനി ഒരു ചപ്പാത്തി പലകയിൽ ഒരല്പം മാവൊന്ന് ഇട്ട് കൊടുക്കാം. മൈദ മാവ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ഒരു ഉരുള എടുക്കാം. അത് നല്ലതായിട്ട് പരത്തിയെടുക്കാം. നല്ല കനം കുറച്ച് പരത്തണം കേട്ടോ. പറ്റുന്നിടത്തോളം കനം കുറച്ച് പരത്താം. കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വരണമെന്നൊന്നുമില്ല. പറ്റുന്നിടത്തോളം കനം കുറച്ച് ഒരുവിധം റൗണ്ട് ഷേപ്പിൽ അങ്ങ് പരത്തി എടുത്താൽ മതി.
ഇതുപോലെ നല്ല കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു റോള് പോലെയാണ് നമ്മൾ വെച്ചത്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഒന്ന് റോൾ ചെയ്യാം. ആ ഫില്ലിങ് നല്ലതായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ റോൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറും. അപ്പോൾ അത് കയറാത്ത രീതിയിൽ ഫുള്ള് കവർ ചെയ്ത് തന്നെ 2 തവണ ഒന്ന് റോൾ ചെയ്യാം. എന്നിട്ടൊരു കത്തി എടുത്ത് ഇതിൻ്റെ സൈഡിൽ നിന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ലൈനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ. പക്ഷെ എൻ്റെ അറ്റം വരെ കട്ട് ചെയ്യേണ്ട, കുറച്ച് പോർഷൻ ഒന്ന് വിട്ടിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആ റോളിനൊരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അങ്ങ് റോൾ ചെയ്ത് എടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും അങ്ങ് റോൾ ചെയ്യാം. പിന്നെ കൈവച്ച് പതുക്കെ ഒന്നും കൂടെ റോൾ ചെയ്യുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തതൊക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ വിട്ട് വിട്ട് വരും. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അറ്റമൊക്കെ വെള്ളം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഈ 2 സൈഡും ഒന്നുകിൽ ഇതുപോലെ കൂടുതലിരിക്കുന്ന മാവ് അങ്ങ് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അത് മടക്കി വെച്ചാലും മതി. ഞാൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. എന്നിട്ട് ആ സൈഡും ഒക്കെ വെള്ളം വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നല്ലതായിട്ട് ഒട്ടിക്കണം കേട്ടോ. ഉള്ളിൽ എണ്ണ കയറാത്ത രീതിയിൽ നല്ലതായിട്ട് തന്നെ ഒട്ടിക്കാം. ഇതുപോലെ ഞാൻ ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യം ഒരു റോൾ എടുത്ത് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒരറ്റത്തേക്ക് നമ്മൾ എടുത്തു വെച്ച ഫില്ലിങ് വെക്കാം. എന്നിട്ട് 2 തവണ നന്നായിട്ട് റോൾ ചെയ്യാം. ഇനി ഇതുപോലെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അറ്റം വരെ കട്ട് ചെയ്യരുത്, കുറച്ച് പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് പതുക്കെ ഒന്നും കൂടി റോൾ ചെയ്യാം. വീണ്ടും ഇങ്ങനെ ഒന്ന് കൈവച്ചൊന്നിങ്ങനെ റോൾ ചെയ്യുമ്പോൾ ആ കട്ട് ചെയ്തതൊക്കെ ഇങ്ങനെ വിട്ട് വിട്ട് ആ ഡിസൈൻ പോലെ വരും. സൈഡൊക്കെ വെള്ളം വെച്ച് നല്ലതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിൽ നിന്ന് മാവ് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, എക്സ്ട്രാ വരുന്നത്. എന്നിട്ട് അതും അങ്ങ് സീൽ ചെയ്യണം. അതെ, ഇതുപോലെ നല്ലൊരു ഡിസൈനിൽ വരും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒരു മീഡിയം ചൂടായാൽ മതി. നമ്മളൊരു ചെറിയ പീസ് മാവ് ഇടുമ്പോൾ കണ്ടോ, പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആവരുത്. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ കുമിളകളായിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഒരു മീഡിയം ചൂടിലാണ് അത് എണ്ണയുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് റോൾസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനത് റോൾ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഫില്ലിങ് നല്ലതായിട്ട് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ, മൂടിയിരിക്കുന്ന രീതിയിൽ തന്നെ റോൾ ചെയ്യണം. ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലോട്ട് എണ്ണ കയറും ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഒത്തിരി എണ്ണ കുടിക്കുന്ന ഒരു സാധനമല്ല. പെട്ടെന്നൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല. 2 സൈഡും ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. നല്ലൊരു ഗോൾഡൻ കളറ് ആവണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഗോൾഡൻ കളറിലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇതിങ്ങനെ റോളായിട്ട് ഈ ഒരു ഡിസൈനിലൊക്കെ ചെയ്തെടുക്കാൻ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ. നമ്മൾ സാധാരണ സമോസ ഉണ്ടാക്കത്തില്ലേ, കോൺ ആക്കിയിട്ട്, ആ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കുന്ന സമോസയുടെ അതേ സമയം തന്നെ എടുക്കത്തുള്ളൂ ഇതുപോലെ ഇങ്ങനെ റോളാക്കി എടുക്കാനും. അപ്പോൾ നല്ല അടിപൊളി റോൾ സമോസ റെഡി. കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴായാലും കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.